Assalamualaikum. Hi friends. Welcome back. Zainusfood എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ്സ് ആയിട്ടാണ്. ഗുലാബ് ജാമുൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാൽപ്പൊടി, ഫുൾ ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ആങ്കറിൻ്റെ മിൽക്ക് പൗഡറാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. പിന്നെ 1 നുള്ളു ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ എടുത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്ത് വെച്ചതാണിത്. ഈ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഈ നെയ്യ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യുക. നെയ്യ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും വരണം, ആ വിധത്തിൽ മിക്സ് ചെയ്യുക. ഇപ്പോൾ നെയ്യ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നെയ്യ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള പാല് 7 ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യമുള്ളത് ചേർത്താൽ മതി. ചേർത്തതിന് ശേഷം ഞാൻ പറയാം എത്ര ടേബിൾ സ്പൂണ് ഞാനിതിന് യൂസ് ചെയ്തു എന്നുള്ളത്. ഞാനിപ്പോൾ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നല്ല നനവോട് കൂടെ തന്നെ ഇരിക്കുന്നത്. ഇങ്ങനെ 2-3 മിനിറ്റ് വെക്കുക. അതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. മാവ് കുഴക്കുമ്പോൾ ഇത് നല്ല കട്ടിയായി കുഴക്കരുത്. ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ നല്ല കട്ടിയായി കുഴക്കരുത്. ഒന്ന് സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഇതാ മാവ് ഉരുട്ടി വെച്ചത് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ഡോയി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ് കയ്യിൽ പരട്ടിയതിന് ശേഷം, നെയ്യോ ഓയിലോ എന്തെങ്കിലും കയ്യിൽ പരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുക്കുക. കുറേശ്ശെ മാവ് എടുത്തതിന് ശേഷം അധികം ബലം കൊടുക്കാതെ വേണം ഉരുട്ടിയെടുക്കാൻ. എന്നാലേ ഗുലാബ് ജാമുൻ സോഫ്റ്റായി വരും.
ഇതുപോലെ ഇരിക്കും. ഇതുപോലെ വേണം ഉരുട്ടിയെടുക്കാൻ, പൊട്ടലൊന്നും ഇല്ലാതെ ഉരുട്ടിയെടുക്കണം. എല്ലാ ഗുലാബ് ജാമുനും ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ ഗുലാബ് ജാമുനെല്ലാം ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെക്കുക. പഞ്ചസാര ഉരുകുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഇനി ഇതിലേക്ക് 5 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒരു നൂൽ പരുവൊന്നും ആവേണ്ടതില്ല, ഒന്ന് സ്റ്റിക്കി ആയിരുന്നാൽ മതി. അതിന് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് തിളപ്പിക്കുക. ഇപ്പോൾ ഇത് 5-6 മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ റോസ് എസൻസ് അല്ലെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. റോസ് വാട്ടർ ചേർത്തതിന് ശേഷം മൂടി വെക്കുക. ഇപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയായി. ഇനി നമുക്ക് ഗുലാബ് ജാമുൻ പൊരിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിരുന്നു. ഓയിലിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഗുലാബ് ജാമുൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒരുപാട് ചൂടാവാൻ നിൽക്കരുത്. ഒരു മീഡിയം ചൂടിലാവുമ്പോൾ തന്നെ ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കണം. ജാമുൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. സ്പൂണൊന്നും ഇടരുത്. ഇങ്ങനെ പാൻ ഇങ്ങനെ ചുറ്റിച്ച് വേണം ഇത് പൊരിച്ചെടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഗുലാബ് ജാമുൻ്റെ ഉള്ളു വേവില്ല. അതുകൊണ്ട് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇത് പൊരിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാ ജാമുനും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ എല്ലാ ജാമുനും പൊരിച്ചെടുത്തിട്ടുണ്ട്.
ഇതിനി ചൂടോടുകൂടെ തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇടരുത്. ഇനി 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഷുഗർ സിറപ്പിലേക്ക് ഇടുക. ഷുഗർ സിറപ്പ് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ട് മൂടി വെക്കുക. ഞാൻ എൻ്റെ ഷുഗർ സിറപ്പ് കുറച്ച് തണുത്തിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടത്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി ഒന്ന് മൂടി വെക്കാം. ഇനി ഇത് ഒരു 3-4 മണിക്കൂർ ഈ ഷുഗർ സിറപ്പിൽ കിടക്കണം. എന്നാലേ നന്നായി മധുരം പിടിച്ച് നന്നായി വരൂ. അതിനുശേഷം സെർവ് ചെയ്യാം.